നമ്മുടെ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ഇന്ന് ഞാൻ കണ്ടടേ ഒരു പുരുഷപക്ഷ പടമാണ്. അതായത് ഈ വിവാഹബന്ധം ഏർപ്പെടുന്ന സമയത്ത് പുരുഷന്മാർക്കെതിരെ കള്ളക്കേസൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ വളരെ വലിയ ശക്തമായ ഒരു സോഷ്യൽ മെസ്സേജ് ആണ് സിനിമയ്ക്കകത്ത് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു മറ്റേ കക്ഷി അമ്മിണിപ്പിള്ള എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആസിഫ് അലിയുടെ. ഏകദേശം ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ഒരു സിനിമയാണ്. ഒരു കല്യാണം, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കോമഡികളും കാര്യങ്ങളുമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇമോഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി 2-3 ലെയർ ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ കഥ, പിന്നെ ഹരിശ്രീ അശോകന്റെ കഥയൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് വലിയ ഇമ്പാക്ട് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിന്റെ ഇമോഷനിൽ കുറച്ചും കൂടെ കൺവേ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ നമ്മളെ ജഗദീഷ് ഒക്കെ വരുന്ന സീനുണ്ട്, ഈ പുള്ളി വരുമ്പോൾ തന്നെ ഒരു ഇമ്പാക്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആനന്ദ് മന്മഥനും അതേപോലെ ആനന്ദ് മന്മഥൻ എന്ന് വെച്ചാൽ പൊന്മാൻ സിനിമയിൽ ബേസിൽ ജോസഫിന്റെ അളിയനായിട്ടാണ് പുള്ളിക്കാരും അസീസ് നെടുമങ്ങാട്. ഇവർ രണ്ടുപേരുടെ കോംബോ നല്ല രസമുണ്ട്. എനിക്ക് ആസിഫ് അലിയെക്കാളും ഇവരുടെ ഒരു പെർഫോമൻസ് രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവർ പെണ്ണ് കാണാൻ പോകുന്ന ഒരു സീന് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവർ ആ പെണ്ണ് കാണാൻ പോയ സ്ഥലത്ത് ഒളിച്ചടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കുറച്ച് കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഈ സിനിമയിൽ നമ്മുടെ ആസിഫ് അലിയുടെ ഭാര്യയായിട്ട് വരുന്ന ആ ഒരു ക്യാരക്ടർ അവർ കുറച്ചൊക്കെ വെറുപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് അതൊരു ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു വക്കീലായിട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട്. അവരുടെ പെർഫോമൻസ് രസമുണ്ട്. മൊത്തത്തിൽ ഓവറോൾ നിങ്ങൾക്ക് പോയിട്ട് ഒന്ന് ചിരിച്ച് വളരെ റിലാക്സ് ആയിട്ട് സോഷ്യലി വർക്ക് ചെയ്യുന്ന കുറച്ച് മെസ്സേജ് ഒക്കെ കണ്ട് തൃപ്തികരമായിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമ.